ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ഉണ്ടാക്കി. അപ്പം ഞാൻ വിചാരിച്ചു ചപ്പാത്തിക്ക് കറി മുട്ടക്കറി വെച്ചാലോ എന്ന്. അപ്പോൾ അങ്ങനെ മുട്ടക്കറി വെക്കാനായിട്ട് ഞാൻ മുട്ട എടുക്കാനായിട്ട് മുട്ട വെച്ചിരുന്ന പ്ലാസ്റ്റിക് കവർ എടുത്തു. സാധാരണ മുട്ട കൊണ്ടുവരുമ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കും. അത് 3-4 ദിവസം മുമ്പ് കൊണ്ടുവന്ന് ഞാൻ എടുത്ത് വെക്കാനായിട്ട് മറന്നുപോയി. അത് അതേപോലെ കവറിലെടുത്ത് വെച്ചായിരുന്നു. പക്ഷേ അത് കവറിൽ കെട്ടി കൊണ്ടുവന്ന് അവിടെ വെച്ചപ്പം എൻ്റെ അശ്രദ്ധ മൂലമായിരിക്കാം, അത് വെച്ചതിൻ്റെ ആ ഫോഴ്സിലായിരിക്കാം അതിൻ്റെ അകത്തുനിന്ന് 1-2 മുട്ട പൊട്ടിപ്പോയായിരുന്നു. പൊട്ടിയെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വിള്ളൽ പോലെ. ആ വിള്ളലിൽ നിന്ന് ചെറിയ ദുർഗന്ധം പുറത്തേക്ക് വമിക്കുക. കേടായിപ്പോയി, ചീമുട്ട പോലെ ആയിപ്പോയി. അപ്പോൾ അത് മറ്റു മുട്ടയിലെ ആ മണവും ഒക്കെ വരുമല്ലോ. അപ്പോൾ അതെടുത്ത് കളഞ്ഞ് ഞാൻ ബാക്കി കഴുകി ഉപയോഗിച്ചു. ഞാനിപ്പം പറയാൻ കാരണമെന്ന് വെച്ചാൽ, ഇതുപോലെ നമ്മുടെ ചില ബന്ധങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ചില സ്വഭാവങ്ങളൊക്കെ ഇങ്ങനെയാണ്. മുട്ടയുടെ മുട്ടയുടെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. 2 ദിവസം കാറ്റ് കയറിയാൽ പൊട്ടിപ്പോയാൽ അത് ചീമുട്ടയാണ്. മുട്ടയുടെ അത്രയും ചീത്ത മണം വേറെ ഒന്നിനുമില്ല, അല്ലേ? അതുപോലെയാണ് നമ്മുടെ ചില ബന്ധങ്ങൾ. നമ്മളെത്ര സൂക്ഷിച്ച് കൈകാര്യം ചെയ്താലും അത് നമ്മുടെ ഉയർച്ചയ്ക്കോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്കോ തടസ്സമായി നിൽക്കുന്ന ബന്ധങ്ങളുണ്ട്. നമ്മുടെ ചില സ്വഭാവങ്ങളുണ്ട്. അത് നമ്മുടെ ഉയർച്ചയ്ക്കോ നമ്മുടെ വളർച്ചയ്ക്കോ തടസ്സമായിട്ട് നിൽക്കും. അത് നമ്മുടെ നിരാശയാകാം ജീവിതത്തിലെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകളാകാം, അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും പറഞ്ഞ വേദനിപ്പിക്കുന്ന വാക്കുകളാകാം. എന്തൊക്കെ തന്നെയായാലും അത് എന്തൊക്കെ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തെ തകർക്കാനായിട്ട് ഉണ്ടോ, അല്ലെങ്കിൽ ബന്ധങ്ങളുണ്ടോ, അതിനെയൊക്കെ നമ്മൾ മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കണം. നിങ്ങൾക്കൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടോ? എൻ്റെ ജീവിതത്തിൽ അനേകം അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള മുട്ടകൾ നമ്മളെടുത്ത് സൂക്ഷിച്ച് കഴുകിയെടുത്ത് വെക്കുന്ന പോലെ നമ്മുടെ ബന്ധങ്ങളെ സൂക്ഷിക്കുവാനും അങ്ങനെയുള്ള ബന്ധങ്ങളെ അകറ്റി നിർത്തുവാനും നമുക്ക് സാധിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത് എനിക്കും എൻ്റെ ജീവിതത്തിലൊരു പ്രചോദനമായി തീർന്നു. ഇന്ന് രാവിലെ ഞാനത് എടുത്തപ്പോൾ ഞാൻ ചിന്തിച്ചു, എത്ര അശ്രദ്ധയോടെയാണ് ചില ബന്ധങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്. എല്ലാവരും അവരവരുടെ സ്വഭാവങ്ങൾ കാണിക്കും. ചീമുട്ടയുടെ സ്വഭാവമല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെയാണ്. അപ്പം നമ്മൾ കൈകാര്യം ചെയ്യുന്ന പോലെ ഇരിക്കും ഓരോ ബന്ധങ്ങളും, അല്ലേ? ഓക്കെ, നല്ല ദിവസം നേരുന്നു.